വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 2. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങൾ ചെയ്തു, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ പറയാനുള്ളൊരു കാര്യം, 3 പാർട്ടിൽ കുറച്ചൊരു ഡിഫിക്കൽട്ട് പാർട്ടായിട്ട് വരാറുള്ളതാണ് പാർട്ട് ബി. പിന്നെ സാധാരണ 5 പേപ്പർ, ഇവിടെ നമുക്ക് 4 വരുന്നത് ഫോർത്തില്, അതിൽ ഒരെണ്ണം ഗൂഗിളി പേപ്പർ വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ, ഒരു ബുദ്ധിമുട്ട് പേപ്പർ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാറുള്ളൊരു പേപ്പറാണ് ഇൻകം ടാക്സ് പാർട്ട് 2. അത് മുൻകൂട്ടി കണ്ട് വേണം എക്സാമിന് പോകാൻ. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. വാല്യുവേഷൻ അതനുസരിച്ചിട്ട് ഈസി ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഒരു പിടിവള്ളി എന്ന് പറയുന്നത് പാർട്ട് സിയും എയും ആണ്. ഈ 2 പാർട്ട് മിക്കതും വലിയ കുഴപ്പമില്ലാത്തത് വരാറുണ്ട്. എന്നാലും നമ്മൾ പാർട്ട് ബിയിൽ 7 ചോദ്യങ്ങളിൽ 4 പ്രോബ്ലംസും 3 തിയറി, ചില സമയത്ത് ഉൾട്ടയും വരാറുണ്ട് കേട്ടോ, 4 തിയറി 3 പ്രോബ്ലം. ബട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് 4 പ്രോബ്ലംസ് 3 തിയറി അങ്ങനെയാണ്. അപ്പോൾ പ്രോബ്ലത്തിൽ എപ്പോഴും മാറി മാറി വരുന്നത്, എന്നാ പിടിച്ചു, നമ്പർ 1 മിക്ക പേപ്പറിലും ട്രസ്റ്റിൻ്റെ കണ്ടുവരാറുള്ളതാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ടാക്സബിൾ ഇൻകം ഓഫ് ട്രസ്റ്റ്, അതൊരു പ്രോബ്ലം. ടോട്ടൽ ഇൻകം, ടാക്സബിൾ ഇൻകം ഓഫ് ട്രസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഞാൻ താഴെ സെപ്പറേറ്റ് തരാം. Computation of total income and tax liability of cooperative society അത് വരാറുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് മിക്ക പേപ്പറിലും ഈ പ്രോബ്ലം അല്ലെങ്കിൽ പിന്നെ പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 80P അത് വരാറുള്ളതാണ്. ആ തിയറി നോക്കിയിരിക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാണ്, provisions under section 80P സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 80P. ഇനി നെക്സ്റ്റ്, കൂടുതൽ ഈ പറയുന്ന ട്രസ്റ്റും കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ് കണ്ടുവരാറ്. ഇനി ചില സമയത്ത് മാത്രം അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ നിന്നും പ്രോബ്ലം ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ട്രസ്റ്റിൻ്റെ മുകളിലിടാം. ട്രസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ട്രസ്റ്റും AOPയും കൂടുതൽ രണ്ടും കൂടി ചോദിക്കാം. ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ഓഫ് AOP അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നിന്ന് 2 ടോപ്പിക്ക്, ട്രസ്റ്റ്, AOP, സൊസൈറ്റിയിൽ നിന്നും 2 ടോപ്പിക്ക് വരാറുണ്ട്. ഇനി നെക്സ്റ്റ്, SI കമ്പനി വരാറുണ്ട്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ 3 വെയിറ്റേജിൽ പ്രോബ്ലം ആയിട്ടും വരാറുണ്ട്, ചെറിയൊരു ക്വസ്റ്റ്യൻ അങ്ങനെ. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി ഓഫ് കമ്പനി. പിന്നെ കമ്പനിയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ടോണേജ് ടാക്സേഷൻ ആണ്, ടാക്സ്. അപ്പോൾ ഒന്നുകിൽ ഫുൾ പ്രോബ്ലം ചെറുതായിട്ട് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കമ്പനിയുടെ വരാം. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഈ ടോണേജ് ടാക്സ് എന്ന് പറയുന്നത്. ടോണേജ് ടാക്സ് ഓഫ് കമ്പനി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിക്ക പേപ്പറിൽ മാറി മാറി വരുന്നതാണ് ടോണേജ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വരണം. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് ഫേമിൻ്റെ തന്നെ SCക്കും വരാറുണ്ട് 3 വെയിറ്റേജിൽ. SCക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ 3 വെയിറ്റേജിൻ്റെ ഉണ്ടാവില്ല. അതിൻ്റെയും ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, ടോട്ടൽ ഇൻകം, അതുപോലെ തന്നെ അതിൻ്റെ ടാക്സ് ലയബിലിറ്റി ഓഫ് ഫേം. അപ്പോൾ ഈ കമ്പനിയിൽ നിന്നും
ഫേമിൽ നിന്നും essay ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് അതാണ്. ഇതിൽ നിന്ന് 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. അപ്പം 4 പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ തിയറി 80 നോക്കാൻ വിട്ട് പോകരുത്. ഇനി നെക്സ്റ്റ് തിയറിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്ന സമയത്ത് ഈസി ആയിട്ടുള്ള കുറച്ച് വരാറുള്ളത് പറയാം. പവേഴ്സ് ഓഫ് CBDT ഭാഗ്യനെ വീണ്ടും വരും. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ, ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് നോക്കിയിരിക്കണം. ഇനി ബേസിക് തിയറി അത് 2 വെയിറ്റേജിൻ്റെലും വരാറുണ്ട്, SCക്കും വരാറുള്ളതാണ്, 3 വെയിറ്റേജിൻ്റെലും വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് പ്ലാനിങ് എന്താണ്, അത് അവോയ്ഡൻസ് ആയിട്ടും ഇവേഷൻ ആയിട്ടുള്ള അതിൻ്റെ ഡിഫറൻസ്, ഹൗ ഈസ് ഇറ്റ് ഡിഫറൻറ്റ് ഫ്രം ടാക്സ് അവോയ്ഡൻസ് ആൻഡ് ടാക്സ് ഇവേഷൻ നോക്കിയിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്ന ചോദ്യങ്ങളൊക്കെ ലാസ്റ്റ് ഏരിയാസിൽ നിന്നുള്ളതാണ്. ചാപ്റ്റർ നമ്പർ 6, 7 കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന കുറച്ച് ഏരിയാസാണ്. അപ്പോൾ 7 ചോദ്യങ്ങളിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഏരിയാസിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങളുടെ ഭാഗ്യം ഇങ്ങനെ വരാറുണ്ട്. ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ലാസ്റ്റ് പറയുന്നത്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികം കുട്ടികൾക്ക് കംഫർട്ടബിൾ അല്ല, പഠിച്ച് കഴിഞ്ഞാൽ ഈസി തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം സജഷൻ നൽകാനുള്ളത് implications of foreign collaboration agreement. എന്തൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ തിയറി ചോദിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഏരിയാസിൽ നിന്ന് ഉള്ളതാണ് റിപ്പയർ, റീപ്ലേസ്മെൻറ്റ് ആൻഡ് റിനോവേഷൻ ഓഫ് അസറ്റ്, അതിൻ്റെ ടാക്സേഷൻ്റെ കാര്യങ്ങൾ. എക്സ്പ്ലെയിൻ റിപ്പയർ, then replacement and renovation of an asset നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് ടാക്സ് ഇൻസെൻറ്റീവ്സ് ടു ദ amalgamated companies നോക്കിയിരിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. അതിനെ റിലേറ്റ് ചെയ്ത് 80IAB നോക്കിയിരിക്കണം. ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് an undertaking engaged in special economic zone section 80IAB. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകുകയാണ് തിയറി ആയിട്ട്. ഇതാണ് ടാക്സ് incentives provided by the government for export promotion. അപ്പോൾ ഇതും തിയറി ആയിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലാസ്റ്റ് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. കുറച്ചും കൂടി കുട്ടികൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് പറയാറുണ്ട്, എന്നാലും ഈസിയാണ്, ഒന്ന് നോക്കി കിട്ടാവുന്നതാണ്. SEZ നോക്കുക, ഞാൻ പറഞ്ഞ റിപ്പയർ, റീപ്ലേസ്മെൻ്റ് ഒക്കെ നോക്കി പോവുക. ആദ്യത്തെ ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരാണെങ്കിൽ നിങ്ങളുടെ അത്രത്തോളം ഭാഗ്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം 7 ചോദ്യങ്ങളിൽ 4 പ്രോബ്ലംസ് വരാണെങ്കിലും ആ 4 എണ്ണം ഈ പറയുന്ന ഒരു ട്രസ്റ്റ് വരാ, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇപ്പോൾ ടോണി ടാക്സേഷനൊക്കെ എളുപ്പമാണ്. ഫേം ആണെങ്കിൽ ഇങ്ങനത്തെ 4 ചോദ്യങ്ങൾ കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ആ തിയറിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല.
തിയറി എഴുതി സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിയറിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 80P ഒരു എളുപ്പം തിയറിയാണ്. പിന്നെ പവേഴ്സ് ഓഫ് CBDT, ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്, ടാക്സ് പ്ലാനിങ്ങിൻ്റെ തിയറി, പിന്നെ ബാക്കിയുള്ളത് ലാസ്റ്റ് ഏരിയാസിൽ നിന്നുള്ളതാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇൻകം ടാക്സ് പ്രസൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് 4th സെമസ്റ്ററിലെ 4 പേപ്പറിൽ ഏറ്റവും വലിയ പേപ്പറാണ്. നല്ലോണം എഫേർട്ട് ഇടുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മളിതിൻ്റെ ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.